നമസ്കാരം സദ്ഗുരു. ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും പരീക്ഷാ പേടിയെ എങ്ങനെ മറികടക്കാമെന്നും പറഞ്ഞു തരാമോ? Exam fear? Oh. ശരിയായ ആളോട് തന്നെയാണ് ചോദിച്ചത്. ആധികാരികമായ ഉത്തരം തരാം. ജീവിതത്തിൽ ഒരിക്കലും പരീക്ഷയെ പേടിക്കാത്ത ഒരാളാണല്ലോ ഞാൻ. അതുതന്നെയായിരുന്നു എൻ്റെ അച്ഛൻ്റെ ഏറ്റവും വലിയ പേടിയും. എനിക്ക് പരീക്ഷ പേടിയേയില്ല. അച്ഛൻ പറയും, ഈ ചെറുക്കന് ഒരു പേടിയുമില്ലല്ലോ, ഇനി എന്ത് ചെയ്യും? This is the whole thing. ഈ ചോദ്യം ചോദിച്ചത് നന്നായി. പക്ഷെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, ഈ ലോകത്ത്, ഈ സമൂഹത്തിൽ എങ്ങനെയോ ഒരു ധാരണ പരന്നിട്ടുണ്ട്. പേടി എന്നത് എന്തോ വലിയൊരു ഗുണമാണെന്ന്. പേടിയൊരു ഗുണമല്ല. പേടി നിങ്ങളെ സാധ്യമായതിൽ ഏറ്റവും മോശം ജീവിയാക്കി മാറ്റും. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അസുഖകരമായ അനുഭവം മിക്കവാറും പേടിയായിരിക്കും. ആ ഒരു കാര്യം അവിടെ ഇല്ലാത്തത് എൻ്റെ ജീവിതം പൂർണ്ണമായും അങ്ങേയറ്റം സന്തോഷകരമാക്കി മാറ്റി. കാരണം പേടി എന്ന് പറയുന്നത് ഇനിയും വരാനിരിക്കുന്ന ഒന്നിനെക്കുറിച്ചാണ്. പേടി എന്നത് നിലവിലില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ചാണ്. ഇനി എന്തു സംഭവിക്കും എന്നതിനെക്കുറിച്ച്. എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്കറിയില്ല. ആ കടലാസിൽ എന്താണ് എഴുതാൻ പോകുന്നതെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ, ഒരു വർഷം മുഴുവൻ പഠിച്ചതായിട്ടും അവിടെ എന്താണ് എഴുതാൻ പോകുന്നതെന്ന് ഇപ്പോഴും നിങ്ങൾക്കറിയില്ല. കാര്യം അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് തീർച്ചയായും അറിയില്ല. ശരിയല്ലേ? പക്ഷെ പരീക്ഷ കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന എല്ലാ പേടി സ്വപ്നങ്ങളും നിങ്ങൾ ഇപ്പോൾ തന്നെ സങ്കല്പിക്കുന്നുണ്ട്. അങ്ങനെയല്ല, പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് മനോഹരമായ വെക്കേഷനാണ്. അതെ, അതിനുശേഷം ഒരു ദിവസം അവർ റിസൾട്ട് പ്രഖ്യാപിക്കും. എൻ്റെ 10ാം ക്ലാസ്സിലെ റിസൾട്ട് കാണാൻ ഞാൻ പോയിട്ടില്ല. എൻ്റെ 12ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് കാണാനും ഞാൻ പോയിട്ടില്ല. വീട്ടിൽ ആരെങ്കിലും വലിയ കാര്യമായിട്ട് ചോദിക്കും, ഇന്ന് റിസൾട്ട് വരികയല്ലേ, നീ എന്താണ് ചെയ്യുന്നതെന്ന്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പിന്നെ അവർക്കറിയാവുന്ന ആരുടെയെങ്കിലും അടുത്ത് ചെന്ന് അവർ അന്വേഷിക്കും. എൻ്റെ റിസൾട്ട് അറിയാവുന്ന ആരോടെങ്കിലും അവർ അന്വേഷിക്കും. എങ്ങനെയൊക്കെയോ പാസ്സായിട്ടുണ്ട്. അപ്പോൾ കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ സ്കൂളിൽ പോകുന്നത് എന്തെങ്കിലും പഠിക്കാനാണോ, അതോ സ്കൂളിൽ പോകുന്നത് എന്തെങ്കിലും തെളിയിക്കാനാണോ? ഇതാണ് നിങ്ങൾ തീരുമാനിക്കേണ്ട കാര്യം. എല്ലാവരും ഇത് തീരുമാനിക്കണം. നിങ്ങൾ ഈ ആശ്രമത്തിൽ വന്നിരിക്കുന്നത് എന്തെങ്കിലും അറിയാനാണോ, അതോ എന്തെങ്കിലും തെളിയിക്കാനാണോ? ഇത് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. നിങ്ങൾ എന്താണെന്ന് തെളിയിക്കാനായി ഏതെങ്കിലും ഒരിടത്തേക്ക് പോയാൽ അവിടെ ഒരുതരം അസുഖം തുടങ്ങും. ജയപരാജയങ്ങളെക്കുറിച്ചുള്ള ആദ്യ അസുഖം നിങ്ങൾക്ക് പിടികൂടും. പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അവിടെ തോൽവി എന്നൊന്നില്ല, അവിടെ ജയം എന്നൊന്നില്ല. അത് പരിശ്രമത്തിൻ്റെ കാര്യം മാത്രമാണ്. ഒരാൾക്കത് ഒരു ദിവസം കൊണ്ട് കിട്ടുമായിരിക്കും, എനിക്ക് 10 ദിവസം എടുക്കുമായിരിക്കും, വേറൊരാൾക്ക് 100 ദിവസം എടുക്കും. അത് വെറും പരിശ്രമത്തിൻ്റെ മാത്രം കാര്യമാണ്. നിങ്ങളുടെ ലക്ഷ്യം പഠിക്കുക എന്നതാണെങ്കിൽ ആ പരിശ്രമം തന്നെയാണ് പഠനം. തളരാതെ പരിശ്രമിക്കാൻ കഴിയുക എന്നത് തന്നെ വലിയൊരു പാഠമാണ്, ശരിയല്ലേ? അതുകൊണ്ട് ഒന്നും തെളിയിക്കാൻ നോക്കണ്ട. നിങ്ങളുടെ ഓർമ്മശക്തി കൂട്ടാൻ വെറുതെ കഷ്ടപ്പെടരുത്, പ്ലീസ്. നിങ്ങൾ സ്കൂളിൽ പോയത് വെറുതെ കുറച്ച് ചവറുകൾ ഓർത്തുവെക്കാനല്ല, എന്തെങ്കിലും പഠിക്കാനാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അതിരുകൾ വികസിപ്പിക്കാനാണ്. ചുറ്റുമുള്ള ഈ അസ്തിത്വത്തെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയാനും മനസ്സിലാക്കാനുമാണ്. ഇതാണ് ശാസ്ത്രം, ഇതാണ് ഗണിതം, ഇതാണ് എല്ലാം. നിങ്ങൾ പഠിക്കുന്നത് വെറുമൊരു വിഷയമല്ല. അത് ജീവിതത്തിൻ്റെ പല വശങ്ങളാണ്. ഒരുപക്ഷെ വളരെ ബോറായ രീതിയിലായിരിക്കും അത് അവതരിപ്പിക്കപ്പെടുന്നത്, എങ്കിലും അത് ജീവിതമാണ്, അല്ലേ? നിങ്ങൾ ഫിസിക്സോ കെമിസ്ട്രിയോ ബയോളജിയോ സോഷ്യൽ സയൻസോ ജിയോഗ്രഫിയോ അങ്ങനെ എന്തു തന്നെ പഠിച്ചാലും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആഴവും വ്യാപ്തിയും കൂട്ടുന്ന എന്തോ ഒന്നാണ് നിങ്ങൾ പഠിക്കുന്നത്.
അതുകൊണ്ട് അത് പഠിക്കണം. വെറുതെ ഓർത്തു വെച്ചാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തരത്തിലുള്ള മാറ്റവും ഉണ്ടാക്കില്ല. അപ്പോൾ നിങ്ങളെവിടെ പോയത് പഠിക്കാനാണ്. പഠിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താണ് പ്രശ്നം? അറിയാവുന്നത് നിങ്ങൾ എഴുതുക. You want to copy from that guy next? ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നില്ല. കാരണം പലപ്പോഴും അധ്യാപകർ പോലും ഇത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. 10ാം ക്ലാസ്സിൽ കുറച്ച് മാർക്ക് കൂടുന്നതോ കുറയുന്നതോ അത്ര വലിയ മാറ്റമൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. നിങ്ങൾ എത്രത്തോളം പഠിക്കുന്നു എന്നതാണ് വലിയ വ്യത്യാസമുണ്ടാക്കുന്നത്. നിങ്ങൾ എന്തെല്ലാം ഗ്രഹിച്ചു, അടിസ്ഥാനപരമായ കാര്യങ്ങൾ, അത് വലിയ വ്യത്യാസമുണ്ടാക്കും. ഇപ്പോൾ അതിൽ ശ്രദ്ധിക്കൂ. ഒരുപക്ഷെ ആ 12ാം ക്ലാസ് ഇന്ന് ഇന്ത്യയിൽ നിങ്ങൾക്ക് മെഡിക്കൽ സയൻസിന് പോകണമെന്നുണ്ടെങ്കിൽ പുറം രാജ്യത്തുള്ളവർക്ക് ഇത് വിശ്വസിക്കാൻ പോലും ആകില്ല. നിങ്ങൾക്ക് 98% വേണം. 97% എങ്ങും പോകാൻ പറ്റില്ല. എത്ര വിവേകത്തോടെ, എത്ര മനോഹരമായി, എത്ര കാര്യപ്രാപ്തിയോടെയാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്നതാണ് പ്രധാനം. എത്രത്തോളം കാര്യങ്ങൾ ഓർത്തെടുക്കുന്നു എന്നതല്ല. എനിക്കാണെങ്കിൽ ഒന്നും ഓർമ്മയുണ്ടാവാറില്ല. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്. എന്തിനെക്കുറിച്ചും വെറുതെ ഇങ്ങനെ. കാരണം ഒന്നും തന്നെ ഓർത്തെടുക്കണമെന്ന ഭാരം എനിക്കില്ല. അതുകൊണ്ട് പേടിച്ച് ഗുളികയൊന്നും കഴിക്കണ്ട. നിങ്ങളുടെ ഓർമ്മശക്തിയെക്കുറിച്ചും പേടിക്കണ്ട. അറിയാവുന്നത് നിങ്ങൾ ചെയ്യും. അറിയാത്തത് എന്തായാലും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല. പക്ഷേ നിങ്ങൾക്ക് കോപ്പി അടിക്കാൻ അറിയാമെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടം. ഞാനത് ചെയ്യില്ല. നമ്മുടെ അധ്യാപകരും അതിന് സമ്മതിക്കില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ജീവിതത്തിൻ്റെ ഈ ഘട്ടത്തിൽ നിങ്ങൾ കാപട്യത്തിലൂടെ ജീവിതം തുടങ്ങരുത്. വേണ്ട, കുറഞ്ഞ പക്ഷം ഞാൻ സത്യസന്ധതയെക്കുറിച്ചല്ല പറയുന്നത്. ജീവിതത്തെ നേരായ രീതിയിൽ സമീപിക്കുന്നതിനെക്കുറിച്ചാണ്. എങ്കിൽ മാത്രമേ നാളെ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കുഴഞ്ഞു മറിയാതിരിക്കൂ. നിങ്ങൾ പറയണം, സാരമില്ല, ഞാനിങ്ങനെയാണ്, എനിക്ക് 35 മാർക്ക് കിട്ടിയുള്ളൂ, സാരമില്ല, ഞാനിങ്ങനെയാണ്. ഇതെൻ്റെ ജീവിതത്തിൻ്റെ നിലവാരം നിശ്ചയിക്കില്ല. നിങ്ങളിത് മനസ്സിലാക്കണം. നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കല്ല നിങ്ങളുടെ ജീവിതത്തിൻ്റെ മൂല്യം നിശ്ചയിക്കുന്നത്. പക്ഷേ നിങ്ങൾ എത്രത്തോളം ആത്മാർത്ഥതയോടെ ജീവിക്കുന്നു എന്നത് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തെ മാറ്റും. അതുകൊണ്ട് കോപ്പിയടി വേണ്ട, കേട്ടല്ലോ. നിങ്ങൾക്കൊന്നും അറിയില്ലെന്ന് വിചാരിക്കുക. സാരമില്ല, സന്തോഷത്തോടെ അവിടെ ഇരുന്ന് പുറത്തിറങ്ങി വരിക. എല്ലാവരോടും പറയുക, എനിക്ക് കിട്ടിയില്ലെന്ന്. നിങ്ങൾ കുറച്ച് യോഗയൊക്കെ ചെയ്യൂ, നിങ്ങളുടെ ആയുസ് കൂടും. അപ്പോൾ 1 വർഷം കൂടി നിങ്ങൾക്കെടുക്കാം. പഠിക്കാൻ 1 വർഷം കൂടി. കോപ്പിയടി വേണ്ട. കാരണം ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ആത്മാർത്ഥത കളയരുത്. ഇതൊക്കെ നിസ്സാരമായ കാര്യങ്ങളാണ്. ഇത്തരം ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ആത്മാർത്ഥത ഇല്ലാതാക്കരുത്. നാളെ വലിയ കാര്യങ്ങൾ വരുമ്പോൾ അവയെ നേരിടാൻ നിങ്ങൾക്ക് കഴിയില്ല.